ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോമ്പിൻ്റെ 5-ാം ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുക യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഈശോയുടെ അടുത്ത് കൊണ്ടുവരുന്നതും അവർ കൊണ്ടുവരുന്ന നിയമജ്ഞരെയും ഫരിസേരെയുമാണ് നമ്മൾ സുവിശേഷ ഭാഗത്തിൽ കണ്ടെത്തുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം തിരിച്ചുവരവുകളുടെ കാലഘട്ടമാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടു 2020 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ അഭിമാനമായ കേരളത്തിൻ്റെ മുത്തായ സഞ്ജു സാംസൺ തൻ്റെ ജീവിതത്തിൽ തിരിച്ചു വന്നത്. ജീവിതത്തിൽ ഒരുപാട് സെറ്റ് ബാക്കുകളും ഫോം ഔട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ കഴിവിനെ മുറുകെ പിടിച്ചുകൊണ്ട് തിരിച്ചു വന്നൊരു സഞ്ജു സാംസൺ. അതുപോലെ തന്നെ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ സുവിശേഷവും നമ്മോട് പങ്കുവയ്ക്കുക. പാപിനിയായ സ്ത്രീ പാപത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈശോയുടെ വാക്കുകൾ കൊണ്ട് നീതിയും കരുണയും കാണിച്ച് അവളെ തിരിച്ചു പിടിക്കുന്നു. ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ തിരിച്ചുവരവിലാണ്. എന്നിട്ട് ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കായലിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നു. ആബേലിനെ കൊന്നതിന് ശേഷം കായൽ പേടിച്ചിരിക്കുകയാണ്. കാരണം മറ്റുള്ളവരെല്ലാവരും എന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഈശോ പറയുക, ദൈവം പറയുക, നിന്റെ നെറ്റിയിൽ ഞാനൊരു മുദ്ര തരും. ആ മുദ്ര ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. കായലിനെ നഷ്ടപ്പെടുത്താനല്ല, മറിച്ച് ആ മുദ്രയിലൂടെ കായലിനെ തിരിച്ചു പിടിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. പാപം ചെയ്ത് അകന്നുപോയ ഇസ്രായേൽ ജനത്തെ തന്നെ ദൈവം തിരിച്ചു പിടിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോഴും പുതിയ നിയമ ജനതയുടെ ഇടയിലും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഈ തിരിച്ചുവരവിൻ്റെ സുവിശേഷമാണ്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ് ഈശോയെ തള്ളി പറഞ്ഞിട്ടും ഈശോ തിരിച്ചു പിടിച്ച് മാർപ്പാപ്പയാക്കി നോക്കി. ധൂർത്തപുത്രനാണെങ്കിലും ഒട്ടും വ്യത്യസ്തനല്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും പിതാവായ ദൈവം അവനെ തിരിച്ചു പിടിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തിരിച്ചുവരവുകളിലാണ്. അതുപോലത്തെ ഒരു തിരിച്ചുവരവാണ് പാപിനിയായ സ്ത്രീയും നടത്തുന്നത്. നമ്മുടെയും ജീവിതത്തിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന പാപത്തിൻ്റെ അവസ്ഥ ദൈവത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് തിരിച്ചു വരാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ കുമ്പസാരക്കൂടുകൾ നമ്മളെ കാത്തിരിക്കുന്നു. ദൈവ സാന്നിധ്യം ഇടമുള്ള, ദൈവം കാത്തിരിക്കുന്ന കുമ്പസാരക്കൂടുകൾ. വിശുദ്ധം ജനിക്കുന്ന ഇടങ്ങളാണ് ഓരോ കുമ്പസാരക്കൂടും. അതുകൊണ്ട് തന്നെ കുമ്പസാരത്തിനടഞ്ഞ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. രണ്ടാമത്തെ ചിന്ത ഫരിസേരെയും നിയമജ്ഞരെയും കുറിച്ചാണ്. തങ്ങളുടെ അധികാരവും നിയമവും എല്ലാം മറ്റുള്ളവരെ കുറ്റം വിധിക്കാനുള്ള മാർഗമായിട്ടാണ് ഈശോയെ തന്നെ വാക്കിൽ കൊടുക്കാനും പാപിനിയായ സ്ത്രീയെ കുറ്റം വിധിക്കാനുമാണ് നിയമജ്ഞരും ഫരിസേരും ആഗ്രഹിച്ചത്. പക്ഷെ ഈശോ ചെയ്തത്, അവരുപയോഗിക്കുന്ന അതേ അധികാരവും നിയമവും തന്നെ അവരുടെ നേരെ തിരിച്ച് ഒരു കണ്ണാടിയാക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുക. നിയമവും അധികാരവും ഹൃദയത്തിൻ്റെ സൗന്ദര്യം കാണാനുള്ള കണ്ണാടിയാക്കി മാറ്റി. ഈശോ പറഞ്ഞത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. നിയമവും അധികാരവും ഏറ്റവും ആദ്യം ഉപയോഗിക്കേണ്ടത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്കും നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ മാനസാന്തരത്തിലേക്കുമാണ്. അതുകൊണ്ടാണ് ഫരിസേരും നിയമജ്ഞനും പിന്നീട് തിരിച്ചറിഞ്ഞത്, ഞങ്ങൾ തന്നെ പാപികളാണ്. അതുകൊണ്ടാണ് കല്ല് വലിച്ചെറിഞ്ഞ് ഓരോരുത്തരും തിരിച്ചു പോയതായിട്ട് സുശേഷം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. ഈ ഫരിസേരെയും നിയമജ്ഞൻ്റെയും ജോലിയാണ് ഓരോ മതാധ്യാപകനും ഓരോ മാതാപിതാക്കളും ഓരോ വൈദികനും സിസ്റ്റേഴ്സും നേരിടുന്നത്. നമ്മളും പലപ്പോഴും നമ്മുടെ കാറ്റീസം ക്ലാസ്സുകളിലും വിശ്വാസ പരിശീലനത്തിൻ്റെ വിവിധ മേഖലകളിലും ഈ നിയമം നടപ്പിലാക്കാൻ ഇറങ്ങി നടക്കുന്നവരാണ്. നമ്മളോട് ഇതേ ചോദ്യം തന്നെ ഈശോ ചോദിക്കുന്നുണ്ട്, നീ എത്രമാത്രം ഈ നിയമം നിന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്? ഈ നിയമത്തെ, നിന്റെ അധികാരത്തെ നിന്റെ തന്നെ മാനസാന്തരത്തിന്, നിന്റെ തന്നെ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി എത്രമാത്രം നീ ഉപയോഗിച്ചിട്ടുണ്ട്? അപ്പോഴാണ് നിയമം യഥാർത്ഥത്തിൽ നടപ്പിലാക്കാൻ, നിയമപാലകനാകാനായിട്ട് നമ്മൾ യോഗ്യതയുള്ളവനായി തീരുക. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്ന MS ധോണി പറയുന്നു, ആരാണ് ഏറ്റവും നല്ല ക്യാപ്റ്റൻ? ഹു ലീഡിങ് ത്രൂ എക്സാമ്പിൾസ്. ആരാണോ ഏറ്റവും ടഫ് സിറ്റുവേഷനിൽ എക്സാമ്പിൾസിലൂടെ, തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ഉത്തരവാദിത്വം കാണിച്ചു തരുന്നത്, അവനാണ് യഥാർത്ഥ ക്യാപ്റ്റൻ. നമ്മളോടും പറയുക ഇത് തന്നെയാണ്. നമ്മുടെയും ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന അധികാരത്തെ, നിയമത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിച്ച്
നമ്മുടെ ജീവിതമായിരിക്കണം മറ്റുള്ളവന് കൊടുക്കുന്ന ഏറ്റവും വലിയ പാഠപുസ്തകം. എൻ്റെ ജീവിതം ഞാൻ നന്നായി ജീവിക്കുന്ന ഒരു അച്ഛനാണെന്ന് എൻ്റെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചാൽ മാത്രമേ മറ്റുള്ളവന് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറുന്ന അധികാരങ്ങളും നിയമങ്ങളുമെല്ലാം നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനും നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ നന്മയ്ക്കുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നിയമങ്ങളും അധികാരങ്ങളുമെല്ലാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള വഴിയായി ഉപയോഗിച്ചുകൊണ്ട് നല്ല കുമ്പസാരം നടത്തി ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.